ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ അപ്പം എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് മറ്റൊന്നുമല്ല, കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. ഞാനിത് ഉപയോഗിച്ച് വളരെ അടിപൊളി റിസൾട്ട് തോന്നിയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് ഇത് കാണിക്കുന്നത്. എൻ്റെ സ്കിൻ ടൈപ്പ് ഡ്രൈ ടു നോർമൽ സ്കിന്നാണ്. അതായത് ചില സമയത്ത് ഭയങ്കര ഒരുപാട് ഡ്രൈ അല്ല, എങ്കിൽ പോലും കുറച്ച് ഡ്രൈനെസ് ഉണ്ട്. എന്നാൽ ചില സമയത്ത് വളരെ നോർമൽ സ്കിന്നുമാണ്. അപ്പം അങ്ങനത്തെ സ്കിൻ ടൈപ്പിനുള്ള പ്രൊഡക്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് കുറേ ഒക്കെ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കൂടിയൊക്കെ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്നകത്തുള്ള സ്കിന്നിൻ്റെ നല്ല നല്ല വ്ലോഗ് ചെയ്യുന്ന ആളുകൾ കൂടി നിങ്ങളിത് കണ്ടിട്ടുണ്ടാകും. അപ്പം ഞാൻ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല. നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് പ്രൊഡക്റ്റ് എന്ന്. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടി ഓഫ് ജോൺസിൻ്റെ ഒരു സ്കിൻ ടോണറാണ്. ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇതൊരു ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കിൻ ടോണറാണ്. അപ്പം ഞാൻ ഇത് ഉപയോഗിക്കുന്നത് എൻ്റെ എപ്പോഴും മോർണിംഗ് ആയാലും ഈവനിങ് ആണെങ്കിലും ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന, അതായത് ആഫ്റ്റർ മൈ ഫേസ് വാഷ് അല്ലെങ്കിൽ മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഈ സ്കിൻ ടോണറാണ്. അപ്പോൾ ഒരു മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ ചെയ്യുന്നതിന് മുമ്പോ നിങ്ങൾക്ക് AM ഉം PM നോ നിങ്ങൾക്കത് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു സ്കിൻ കെയർ ടോണറാണ് കേട്ടോ. വാങ്ങി ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഇത് ഒന്ന് വാങ്ങി നോക്കിക്കോളൂ. ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് സെൻഡെല്ലായുടെ, അതായത് മഡഗാസ്കർ സെൻഡെല്ലായുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് ഇന്ത്യയിൽ എത്രത്തോളം ഈ ഒരു ബ്രാൻഡ് എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ പക്ഷെ കുറച്ച് ഇത് ട്രെൻഡി ആയിട്ട് പോകുന്ന, ഓസ്ട്രേലിയയിൽ കുറച്ച് ട്രെൻഡി ആയിട്ട് പോകുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് നല്ല കറന്റ് ഒരു എന്താ പറയുക, ഇതിന്റെ കുറേ നല്ല നല്ല സീറംസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ സ്കിന്നിന്റെ ഗ്ലോ കൂട്ടാനും അങ്ങനെയൊക്കെ കുറേ എന്തൊക്കെയോ ആംബ്യൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിന് കേട്ടോ. അപ്പൊ അതിന്റെ വേണമെങ്കിൽ ഈ ബ്രാൻഡ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. സെൻഡെല്ല, മഡഗാസ്കർ സെൻഡെല്ലയുടെ കുറേ നല്ല പ്രൊഡക്ട്സ് ഉണ്ട്. ഇത് പക്ഷേ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പൊ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് നല്ല മോയ്സ്ചർ ആക്കും. മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് മോയ്സ്ചറൈസിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്തോളൂ. ഞാനിത് സ്കിൻ കെയറിനകത്ത് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് നമുക്ക് ഇവിടെ കെമിസ്റ്റ് വെയർ ഹൗസിൽ കിട്ടും. പിന്നെ ഓസ്ട്രേലിയയിലുള്ളവർക്ക് W കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു കൊറിയൻ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് കൊറിയൻ സ്കിന്നും ജാപ്പനീസ് സ്കിന്നിന്റെ ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പൊ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ഇത് പോയി വാങ്ങണമെങ്കിൽ നിങ്ങൾ പോയി ആ ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അപ്പൊ ഇത് വാങ്ങി നോക്കേണ്ടിയവര് പോയി ഒന്ന് ചെയ്തോളൂ. അതേപോലെ തന്നെ കെമിസ്റ്റ് വെയർ ഹൗസിലും ഇത് സെല്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് സെല്ല് ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിങ്ങൾ നൈക്കിയോ ആമസോണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഓൺലൈനിൽ കാണും ഈ പ്രൊഡക്റ്റ് കേട്ടോ. അതേപോലെ തന്നെ അതിന്റെ വേറൊരു സീറം മേടിച്ചത് ഞാൻ സെൻഡെല്ല ആംബ്യൂൾ എന്ന് പറഞ്ഞൊരു സീറമാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനായിട്ട്, അത് സ്കിന്നിൽ റെഡ്നെസ് റെഡ്യൂസ് ചെയ്യാൻ, ബ്ലെമിഷസ്, പിന്നെ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നല്ല സീറമാണ്. ഇത് ഞാൻ നൈറ്റ് ടൈമിലാണ് യൂസ് ചെയ്യുന്നത്. അറിയാമല്ലോ, നൈറ്റ് ടൈമിലാണ് നമ്മുടെ സ്കിന്നിന് നാച്ചുറലായിട്ട് തന്നെ അത് നൈറ്റ് ടൈമിൽ സ്കിന്ന് റിപ്പയർ ആകും. അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ പുറത്ത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം കൂടി അപ്ലൈ ചെയ്ത് കിടന്നാൽ നമ്മുടെ സ്കിന്ന് വൈകിട്ട് അതിനത്രയും ആ ടൈം എടുത്ത് അത് റിപ്പയർ ആയിട്ട് നല്ലൊരു ബെറ്റർ സ്കിൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് വാങ്ങി ഉപയോഗിച്ച് നോക്കിക്കോളൂ. ഇത് മഡഗാസ്കർ സെൻഡെല്ലയുടെ തന്നെ പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് നിയാസിനമൈഡാണ്. അനുവ 70+, പീച്ച് 70+ നിയാസിനമൈഡ്. ഇതും എനിക്ക് തോന്നുന്നു ഇതും കുറച്ച് കൊറിയൻ പ്രൊഡക്ട്സിനകത്ത് ട്രെൻഡി ആയിട്ട് പോകുന്ന ഒരു സീറമാണ്. ഈ സിറം പിഗ്മെന്റേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കതൊരു പിഗ്മെന്റേഷൻ കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഒരു നല്ല സ്കിന്നിന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസും കിട്ടും. ഒരു ഗ്ലാസി സ്കിൻ ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞത്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങി നോക്കിക്കോളൂ. നമുക്ക് നിയാസിനമൈഡ് മോർണിംഗിലും ഈവനിങ്ങിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മസ്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഇത് കുറച്ചൊരു ഡ്രൈ ഫീലായിട്ട്, ഏത് സീറം ആണെങ്കിലും അത് നമ്മുടെ സ്കിന്നിലേക്ക് ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം കൂടെ നമ്മൾ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ അത് നമ്മുടെ സ്കിന്നിലുള്ള കുറച്ചുകൂടെ അത് എന്താ പറയാ, കുറച്ച് ഡ്രൈ ആക്കും. അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ, ഏത് സീറം അപ്ലൈ ചെയ്തതിന് ശേഷം
ടോപ്പ് അപ്പ് ചെയ്യണം മോയ്സ്ചറൈസിങ് ക്രീം. എങ്കിൽ മാത്രമേ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ. സാധാരണ എല്ലാവരും എനിക്കൊന്ന് സീറം അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസിങ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പൊ എല്ലാ കൺസൾട്ടൻസും പറയുന്നുണ്ട് സ്കിന്നിന്റെ ഇങ്ങനത്തെ പ്രോഡക്ട്സുകൾ ചെയ്യുമ്പോൾ അതിന്റെ പുറത്തൊന്ന് നമ്മൾ ഒരു നല്ല അടിപൊളിയായിട്ടൊരു മോയ്സ്ചറൈസിങ് ക്രീം കൂടെ ഒക്കെ തേച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന് അങ്ങനത്തെ ഒരു നല്ലൊരു നിയാസിനമൈഡാണിത്. പിന്നെ ഉള്ള ഒരു ഇതൊരു കൊറിയൻ പ്രൊഡക്റ്റ് അല്ല കേട്ടോ. ഇതൊരു ക്ലിനിക്കിന്റെ ഒരു ലൈറ്റ് റിഫ്ലക്റ്റിംഗ് പ്രൈമർ ആണിത്. ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ പ്രൈമറായിട്ടല്ല യൂസ് ചെയ്യുന്നത്. പ്രൈമറായിട്ട് യൂസ് ചെയ്യാം, മേക്കപ്പിന് മുമ്പ് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഇത് ഞാൻ മേക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ഹൈലൈറ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നല്ല ഒരു ടിൻറ്റഡ് ആണ്. അതേപോലെ കുറച്ച് നല്ല അടിപൊളിയായിട്ടൊരു വിസിബിളായിട്ടൊരു ഗ്ലോയും കൂടെ തരും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ദാ ഇവിടെ ഞാൻ ഫോർഹെഡിൽ കണ്ടോ, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണു. പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് എൻ്റെ ചീക്കിലൊന്ന് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നല്ല ഒരു ഗ്ലോ ലുക്ക് വരാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു പ്രൈമറായത്. ഇത് പ്രൈമറാണ്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ യൂസ് ചെയ്യാം. പക്ഷെ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സ്കിന്നിന് പെട്ടെന്ന് തന്നെ നല്ലൊരു ഗ്ലോ ലുക്ക് കിട്ടും. നിങ്ങൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് കേട്ടോ. ശരിക്കും ഇത് അടിപൊളിയാണ്. പെൺപിള്ളേർക്ക് എല്ലാം കോളേജിലൊക്കെ ഉള്ളവർ ഇപ്പൊ മേക്കപ്പ് വേണമെന്നൊന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു സൺസ്ക്രീൻ ഒക്കെ ഇട്ട് ഒരു പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ പോകുന്നതിന് മുമ്പ് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു പെട്ടെന്ന് സ്കിന്നിനൊരു ഗ്ലോ. ആരായാലും ഫ്രണ്ട്സ് നിങ്ങളോട് മസ്റ്റായിട്ട് ഇത് ചോദിക്കും, നീ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളിത് വാങ്ങി ഉപയോഗിച്ച് നോക്കിക്കോളൂ. സൂപ്പർ ഒരു സാധനമാണ് ക്ലിനിക്കിന്റെ. ഇനിയും ലാസ്റ്റ് ഒരു പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഇപ്പോൾ വളരെ കറന്റ് ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. എല്ലാ മേക്കപ്പ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, സ്കിൻ കെയറിന്റെ വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ, ഇത് അടിപൊളി പ്രൊഡക്റ്റാന്ന് പറഞ്ഞു. ശരിയാണ്, ഞാനും വാങ്ങി, അത് കണ്ടു തന്നെ വാങ്ങി നോക്കിയതാണ്. ഇത് ശരിക്കും ഒരു അടിപൊളി പ്രൊഡക്റ്റ്. അപ്പൊ ഏതാണെന്നല്ലേ, ഡി ആൽബയുടെ ഫസ്റ്റ് സ്പ്രേ സിറമാണിത്. ഇതിന് കുറേ മൾട്ടി റോളാണുള്ളത്. ഇത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അത് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിലേക്ക് മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയായിട്ടിരിക്കും. അതൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. അതേപോലെ തന്നെ ചില ഫൗണ്ടേഷൻ നമുക്ക് ഇടുമ്പോൾ നമുക്കൊരു ഡ്രൈ ഫീൽ ചെയ്യുവാണെന്ന് തോന്നുവാണെങ്കിൽ ആ ഫൗണ്ടേഷനകത്ത് ഇത് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര അടിപൊളി ഒരു നാച്ചുറൽ ലുക്ക്, അത് നന്നായി ബ്ലെൻഡ് ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ ആഫ്റ്റർ ഓൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് സെറ്റിംഗ് സ്പ്രേ ആയിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോഴും അടിപൊളി ഒരു റിസൾട്ട് കിട്ടും നമുക്ക്. മേക്കപ്പ് നല്ലതായിട്ട് അത് സെറ്റ് ആവും. പിന്നെ നമ്മുടെ സ്കിൻ കുറച്ച് ഡള്ളായിട്ട് ഫീൽ ചെയ്യാം. നമ്മൾ കുറേ നേരം രാവിലെയൊക്കെ എവിടെയെങ്കിലും പോയി കുറേ കഴിഞ്ഞ് നമ്മുടെ സ്കിൻ ചിലപ്പം കുറേ കഴിയുമ്പോൾ ഡൾ ഫീൽ വരുമ്പോൾ അന്നേരം നിങ്ങൾക്ക് ഇത് സ്പ്രേ ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ട് സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് റേഡിയന്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇത് കള്ളമല്ല കേട്ടോ, നിങ്ങളൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കിക്കോളൂ. ഞാനിത് ഈ ഒരു ബോട്ടിലൊക്കെ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമോ എന്ന്. പക്ഷേ ഇത് ശരിക്കും നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഷേക്ക് ചെയ്യണം ബിഫോർ യൂസ് ചെയ്യുന്നതിന്. കാരണം അതിനകത്ത് അതിന്റെ കുറച്ച് പ്രോഡക്ട്സ് ഇങ്ങനെ മേളി വന്ന് ഇങ്ങനെ കിടക്കും. അപ്പൊ അതിങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ലൊരു സ്മെല്ലാട്ടോ. കാണാമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിനെ ഒരു റേഡിയന്റ് ലുക്ക് തരും. കണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് നമ്മളെ സ്കിന്നിനെ ഒന്ന് കൂളാക്കുകയും റിഫ്രഷ് ചെയ്യാനും ഒക്കെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഏതെങ്കിലും പ്രൊഡക്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യുക. ഞാൻ ഇത് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി നോക്കൂ. നാട്ടിലുള്ളവർക്ക് നൈക്ക, പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ടോ എന്തൊക്കെയോ ഉണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ ഏതൊക്കെയാ ഉള്ളതെന്ന്. ആമസോണും നൈക്കയിലും ഞാൻ കുറെ ഇതുപോലെ കൊറിയൻ പ്രൊഡക്ട്സിന്റെ അത് കണ്ടിട്ടുണ്ട്, അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ട്. ഓസ്ട്രേലിയയിലുള്ളവർക്ക് W കോസ്മെറ്റിക്സിലും ഉണ്ട്. ചില പ്രോഡക്ട്സ് കെമിസ്റ്റ് വെയർ ഹൗസിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിലും കൊറിയൻ പ്രൊഡക്ട്സുകൾ കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.